ഹേ ഓൾ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ബ്രില്യൻറ്റിലത്തെ ഒരു ഫോർമർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള IIT 2023 ബാച്ചിലെ ആസിഫ് എം ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആള് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് IIT ആയിട്ടുള്ള ബോംബെ, ഓക്കെ, അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആൾ ഫസ്റ്റ് ഇയറിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഹായ് ആസിഫ്. ഹലോ. ഹായ്, എന്താണ്, ഏത് കോഴ്സാണ് അവിടെ ചെയ്യുന്നത്? ഞാനിപ്പം അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ഒരു ഫസ്റ്റ് ചെന്നപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? IIT ബോംബെ ഒരു ഡ്രീം ഒരു IIT ആണ് എല്ലാവർക്കും ഉള്ളത്. അതെ അതെ അതെ, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ ബ്രില്യൻ പ്രിപ്പയർഡ് മീ ഫോർ ഇറ്റ്. സോ അവിടെ ചെന്നപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള സീനിയേഴ്സ്, ഇവിടെ നിന്ന് തന്നെ ബ്രില്യനിലെ തന്നെ സീനിയേഴ്സ്, നമ്മൾ ക്യാമ്പസിൽ മുന്നേ കണ്ടു പരിചയമുള്ള സീനിയേഴ്സ്, അതേ മുഖങ്ങൾ അവിടെ പിന്നെയും കാണുന്നു. അപ്പം വളരെ രസകരമായ എക്സ്പീരിയൻസസ് ആയിരുന്നു ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു IIT ആണ് ബോംബെ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? കമ്പയർഡ് ടു എനിക്ക് അന്നേരം ഉണ്ടായിരുന്ന എൻ്റെ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് IIT ബോംബെ മെക്കാനിക്കൽ ആയിരുന്നു അന്നത്തെ ബെസ്റ്റ് ഓപ്ഷനായിട്ട് വന്നത്. കൂടുതൽ എക്സ്പോഷർ, പിന്നെ ട്രാവൽ, അവിടെ പോകാൻ വളരെ എളുപ്പമാണ്, വളരെ സൗകര്യമാണ്. ഇവിടെ നിന്ന് അവിടെ നിയറസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് 20-25 മിനിറ്റ്സേ ഉള്ളൂ. അങ്ങനെ എല്ലാ രീതിയിലും നോക്കുമ്പോൾ ഫ്ലൈറ്റ് ടൈമും ഓൾമോസ്റ്റ് 2 hours ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കിയപ്പോൾ IIT ബോംബെ തന്നെയായിരുന്നു ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരാളെയാണ്. അപ്പോൾ എന്താണ്, ആൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്? അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണോ? അതെ, തീർച്ചയായിട്ടും. അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എക്സ്ട്രാ കരിക്കുലേഴ്സ് ആൻഡ് കരിക്കുലേഴ്സ് നമ്മൾ ഈക്വലായിട്ട്, മേ ബി എക്സ്ട്രാ കരിക്കുലേഴ്സിന് കുറച്ച് എക്സ്ട്രാ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു ക്യാമ്പസാണ് IIT ബോംബെ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും, ലെറ്റ് ഇറ്റ് ബി മൂവീസ്, മ്യൂസിക്, എന്താണേലും അവിടെ ദെയർ വിൽ ബി എ ക്ലബ് ഫോർ ഇറ്റ്. അപ്പോൾ അങ്ങനെ ഫെസ്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? ടെക് ഫെസ്റ്റ്, അതുപോലെ ആർട്ട് ഫെസ്റ്റ് ഒക്കെ അല്ലേ? അപ്പോൾ അതിനൊക്കെ എങ്ങനെയുണ്ട് പാർട്ടിസിപ്പേഷനൊക്കെ? എങ്ങനെ, അവർ നല്ല സപ്പോർട്ടാണോ? അല്ലെങ്കിൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതും മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണോ? ടെക് ഫെസ്റ്റ് ഇപ്പം നമ്മുടെ IIT ബോംബെയിലെ ടെക് ഫെസ്റ്റ് എന്ന് പറയുന്നത് ടെക് ഫെസ്റ്റ് IIT ബോംബെയാണ്. അത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ടെക് ഫെസ്റ്റ് ആണ്. പിന്നെ കൾച്ചറൽ ഫെസ്റ്റ് വരുന്നത് മൂഡ് ഇൻഡിഗോ, അതും ഏഷ്യയിലെ ലാർജസ്റ്റ് കൾച്ചറൽ ഫെസ്റ്റ് ആണ്. അത് വളരെ നല്ല എക്സ്പോഷറിനുള്ള വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ബ്രില്യൻറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് പുതിയതായിട്ട് വീണ്ടും ഒരു ന്യൂ സ്റ്റെപ്പ് വീണ്ടും വെച്ച് ബ്രില്യൻറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട് ഒരു ഫീലിംഗ്? ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? അതുപോലെ പുതിയ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് എന്താണ് അവരായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ തോന്നുന്നത്? എനിക്ക് ബ്രില്യനിലോട്ട് എനിക്ക് ഇപ്പം വന്നപ്പോൾ ഒരു പുതിയ ഫീലിംഗ് എന്തായാലും തീരെ ഇല്ലായിരുന്നു. കാരണം ഞാൻ റിസൾട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് വന്നിരുന്നു, പിന്നെ കഴിഞ്ഞ ബ്രേക്കിനും വന്നിരുന്നു, ഇതിപ്പോൾ 2ാമത്തെ ബ്രേക്കാണ്. അപ്പം എനിക്ക് പിന്നെ ഐ ആം സ്റ്റിൽ ഇൻ കോണ്ടാക്ട് വിത്ത് ഇവിടുത്തെ പ്രൊഫസേഴ്സ്. എൻ്റെ ക്ലാസ് ടീച്ചർ ഉദിത് സാർ അന്നും മെൻറ്ററായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇന്നും മെൻറ്ററാണ്. അപ്പം അങ്ങനെ എനിക്ക് ഒരിക്കലും ഇതൊരു പുതിയ അനുഭവമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. അതെ. അപ്പോൾ എന്താണ് ഒരു കരിയർ, ഒരു ഡ്രീം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഒരു ചൂസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്? മ്യൂസിക് അല്ലെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് കരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇച്ചിരി അൺസ്റ്റേബിൾ ആണ്. അപ്പം IIT പോലത്തെ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ അവിടുത്തെ ഒരു ഡിഗ്രി ആയിട്ട് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റേതായ വാല്യൂ ഉണ്ട് അതിന്. പിന്നെ യു ഹാവ് സ്റ്റെബിലിറ്റി ആൻഡ് യു ഹാവ് സെക്യൂരിറ്റി ടു ചൂസ് അതർ ഓപ്ഷൻസ്. അങ്ങനെ ഒരു ഫ്രീഡം കിട്ടും. പിന്നെ IIT ഒരു മ്യൂസിക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടെക്നോളജി സ്കൂളിൽ പോയി മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് ടെക് പഠിക്കുന്നതിനോട് അത്രയും തന്നെ ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും IIT ബോംബെയിൽ എനിക്കിപ്പോൾ അവൈലബിൾ ആണ്. ആള് പാരലായിട്ട് എന്താ സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതെ അതെ. അപ്പോൾ അതിനൊക്കെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലേ അവിടെ ഉള്ളത്? അതെ അതെ, തീർച്ചയായിട്ടും. അവിടെ വളരെ മാസീവ് സപ്പോർട്ടാണ് അവിടുത്തെ ക്ലബും കാര്യങ്ങളും ഒക്കെ തരുന്നത്. നമുക്ക് ബാക്കി IITസിനെ വെച്ച് നോക്കുമ്പോൾ ക്ലബ്സൊക്കെ ഓപ്പൺ ആണ്. അപ്പം സ്റ്റുഡൻസിന് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല രീതിയിൽ ഫണ്ടിങ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും ഇറ്റ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എങ്ങനെ അവിടുത്തെ ഫ്രണ്ട്സും അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ എന്താണ് ക്ലാസ് കഴിഞ്ഞാലുള്ള ഒരു ഫീലിംഗ് ഒക്കെ എങ്ങനെയാണ്? ക്ലാസ് കഴിഞ്ഞാൽ ഈ ഫ്രീ ടൈമിലൊക്കെ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ട്രാവൽ ഫെസിലിറ്റി വളരെ ഈസിലി അവൈലബിൾ ആണ്. എയർപോർട്ടാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ ട്രാവലിംഗ്
ഫെസിലിറ്റീസും ഉള്ള ഒരു സ്ഥലമാണ്. അതെ. അപ്പോൾ എങ്ങനെയാ ആ ഒരു ഈവനിങ് ടൈമൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാറുള്ളത്? നമുക്ക് അവിടെ ഇങ്ങനത്തെ ഫിക്സഡ് ഈവനിങ് ടൈം അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്കിപ്പം ഒരു ലാബ് രാത്രി 8:30-ക്കാണ്. അപ്പം ഞാൻ പണ്ട് മുതലേ ഒരു നൈറ്റ് പേഴ്സൺ ആയിരുന്നു. അപ്പോൾ എനിക്ക് അത് വളരെ എൻജോയബിൾ ആണ്. ബാക്കി ക്ലാസ്സസ് തന്നെ ഇപ്പം എനിക്ക് ഫസ്റ്റ് ഇയറിൽ കമ്പൽസറി അല്ലായിരുന്നു ക്ലാസ്സസ് ഒന്നും. അപ്പം അറ്റൻഡൻസ് ക്രൈറ്റീരിയ ഒന്നും പ്രത്യേകിച്ചില്ലായിരുന്നു. അപ്പം ക്ലാസ്സസ് ഭയങ്കര ഫ്രീഡമാണ്. കോഴ്സസ് ഇഷ്ടമുള്ളതിന് പോയാൽ മതി. അങ്ങനെ വളരെ ഫ്രീഡമാണ്. എക്സ്ട്രാ കരിക്കുലേഴ്സിൽ തന്നെയായിരുന്നു എൻ്റെ കൂടുതൽ ഫോക്കസും. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പഠിത്തവും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലേ ഒരു പാരലായിട്ട് തന്നെ? എന്നുവെച്ചാൽ നമ്മളെ കൂടുതൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനോടും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യത്തിനോടും നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. ഞാൻ ബ്രില്യൻറ്റിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവിടെ ഞാൻ എൻ്റെ മ്യൂസിക് ഒന്നും ഉപേക്ഷിച്ചിട്ടല്ല വന്നത്. എനിക്ക് ബ്രില്യൻറ്റിൽ തന്നെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഞാൻ അവിടുത്തെ ഫെസ്റ്റും കാര്യങ്ങളും അവിടുത്തെ കൾച്ചറൽസിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു. അപ്പം എനിക്കൊരു ബ്രേക്കൊന്നും വന്നില്ല. പിന്നെ അവിടെ ചെന്നപ്പോഴും വളരെ നല്ല കണ്ടിന്യൂറ്റി കിട്ടി കാര്യങ്ങൾക്ക്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ക്യാമ്പസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എളുപ്പമാവും കാര്യങ്ങൾ. എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ പ്രൊഫഷൻ്റെ ഒപ്പം തന്നെ പാഷനും കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ അത് ഫോളോ ചെയ്തു വരുന്ന ഒരാളാണ്. സ്കൂൾ ടൈം തൊട്ട് ഓരോ സ്റ്റേജിലും അതിനെ മുറുകെ പിടിച്ച് പഠിത്തത്തിനെയും ഒപ്പം കൊണ്ടുപോകുന്ന ഒരാളാണ് നമ്മുടെ ആസിഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്, ഒരു പ്യുവർ ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് നമ്മളിതുവരെ കേട്ടത്. അപ്പോൾ എന്തായാലും ഇനി ഫ്യൂച്ചറിലും ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ജോബിലേക്ക്, ആ ഒരു സ്വപ്നത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.